ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ MDC കെമിസ്ട്രി ആൻഡ് അഗ്രികൾച്ചറിൻ്റെ ബാക്കി പോർഷൻസാണ് നോക്കുന്നത്. നമ്മൾ പാർട്ട് 1 ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. NPK value. The amount of nitrogen in a fertilizer is always measured in terms of elemental nitrogen, while phosphorus and potassium are measured as oxides. ഒരു വളത്തിലെ നൈട്രജൻ എപ്പോഴും അതിൻ്റെ മൂലരൂപത്തിൽ എലമെൻ്റൽ ഫോമിൽ ആണ് അളക്കപ്പെടുന്നത്. പക്ഷേ ഫോസ്ഫറസും പൊട്ടാസ്യവും അവയുടെ ഓക്സൈഡ് രൂപത്തിൽ ഓക്സൈഡ് ഫോമിലാണ് അളക്കപ്പെടുന്നത്. Any NPK fertilizer marketed will have a label with 3 numbers such as 50 50 50, 20 20 20, etc. വിപണിയിൽ ലഭിക്കുന്ന എല്ലാ NPK വളങ്ങളിലും ഇങ്ങനെ ഇതുപോലുള്ള 3 നമ്പറുകൾ അടങ്ങിയ ലേബൽ കാണാം. The first number indicates the percentage of nitrogen, second number indicates the P2O5 and the third number is the percentage of K2O. ആദ്യ നമ്പർ നൈട്രജൻ്റെ ശതമാനവും, രണ്ടാമത്തെ ഫോസ്ഫറസ് ഓക്സൈഡിൻ്റെ ശതമാനവും, മൂന്നാമത്തെ പൊട്ടാസ്യം ഓക്സൈഡിൻ്റെ ശതമാനവും സൂചിപ്പിക്കുന്നു. For example, a typical fertilizer 50 50 50 has 50% N, 50% P2O5 and 50% K2O. ഉദാഹരണത്തിന് 50 50 50 എന്ന വളത്തിൽ 15% നൈട്രജൻ, 15% ഫോസ്ഫേറ്റ്, 15% പൊട്ടാഷ്യം ഉണ്ടെന്നാണ് അർത്ഥം. Advantages of using NPK fertilizers are: 1. Since all the primary nutrients are available in the same fertilizer, can save time and labor. എല്ലാ പ്രധാന പോഷക ഘടകങ്ങളും NPK ഒരേ വളത്തിൽ ലഭിക്കുന്നതിനാൽ സമയവും തൊഴിലും ലാഭിക്കാം. There is no residual effect like acidity. The NPK fertilizers are made considering the acidic and alkaline nature of the ingredients and other chemical reactions, hence no residual acidity. അസിഡിറ്റി പോലുള്ള ശേഷിവ് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, കാരണം NPK വളങ്ങൾ തയ്യാറാക്കുമ്പോൾ അവയുടെ അമ്ലക്ഷാര സ്വഭാവവും രാസപ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. NPK mixtures are made to suit a group of crops and soils. മണ്ണിനും വിളകൾക്കും അനുയോജ്യമായാണ് തയ്യാറാക്കപ്പെടുന്നത്. Disadvantages of using NPK fertilizers: specific needs of crops and deficiency of individual nutrient elements cannot be satisfied by using mixed fertilizers as efficiently as in the case of straight fertilizers. ചില വിളകൾക്ക് പ്രത്യേക പോഷക ഘടകങ്ങൾ മാത്രം ആവശ്യമായപ്പോൾ മിശ്രിത വളങ്ങൾ NPK ഉപയോഗിക്കുന്നത് അത്ര കാര്യക്ഷമമാകില്ല. അതിനു പകരം ഒരേ ഒരു പോഷക ഘടകം മാത്രമുള്ള സ്ട്രെയിറ്റ് ഫെർട്ടിലൈസേഴ്സ് കൂടുതൽ ഫലപ്രദമാണ്. Straight fertilizers are nutrient-specific fertilizers containing only one primary nutrient, nitrogen N, phosphorus P, or potassium K, or sometimes two, allowing for precise targeted application to address specific soil deficiencies. They are generally most cost-effective and versatile for customizing nutrient programs compared to complex or mixed fertilizer. നമ്മൾ സ്ട്രെയിറ്റ് ഫെർട്ടിലൈസറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. The use of mixed fertilizer in cases of specific needs will be a waste as other nutrients are also added to the soil. പ്രത്യേക പോഷക ഘടകം മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ NPK പോലുള്ള മിശ്രിത വളം ഉപയോഗിക്കുന്നത് ബാക്കി ഘടകങ്ങൾ അനാവശ്യമായി മണ്ണിൽ ചേർക്കുന്നതിൽ വെറുതെ പോകും. Unit cost of the various nutrients contained in the mixed fertilizer will always be higher when compared to unit cost of nutrients contained in the straight fertilizer. മിശ്രിത വളങ്ങൾ ഓരോ പോഷക ഘടകത്തിനും വരുന്ന ചെലവ് സ്ട്രെയിറ്റ് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. Excessive use of fertilizers and its impact on the environment. A major portion of the applied fertilizer is lost from the soil plant system by leaching, runoff, denitration and volatilization and pollute soil, water and air. ഉപയോഗിക്കുന്ന വളത്തിൻ്റെ വലിയൊരു ഭാഗം ലീച്ചിങ്, ചോർച്ച, റണ്ണോഫ്, ഒഴുകിപ്പോകൽ, ഡീനൈട്രിഫിക്കേഷൻ, വോളറ്റൈലൈസേഷൻ എന്നിവ വഴി നഷ്ടപ്പെടുന്നു. ഇതിലൂടെ മണ്ണും വെള്ളവും വായുവും മലിനമാകുന്നു. എക്സസീവ് യൂസ് ഓഫ് ന്യൂട്രിയൻസ് ഇൻ സോയിൽ മേ ലീഡ് ടു യൂട്രോഫിക്കേഷൻ ഓഫ് സർഫേസ് വാട്ടർ, നൈട്രേറ്റ് പൊല്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഹെവി മെറ്റൽ പൊല്യൂഷൻ ഓഫ് ദ സോയിൽ, ആസിഡ് റെയിൻ എക്സെട്ര. മണ്ണിൽ അധികമായി വളം ഉപയോഗിക്കുന്നത് യൂട്രോഫിക്കേഷൻ, ജലാശയങ്ങളിൽ പച്ചപ്പ് കൂടൽ, ഗ്രൗണ്ട് വാട്ടർ നൈട്രേറ്റ് പൊല്യൂഷൻ, ഭൂഗർഭജല മലിനീകരണം, ഹെവി മെറ്റൽ പൊല്യൂഷൻ, ആസിഡ് റെയിൻ എന്നിവയ്ക്ക് കാരണമാകും. The nitrogen part of the fertilizer undergo the process like mineralization, immobilization, urea hydrolysis, nitrification, volatilization and denitrification in soil. വളത്തിലെ നൈട്രജൻ മണ്ണിൽ മിനറലൈസേഷൻ, ഇമ്മൊബിലൈസേഷൻ, യൂറിയ ഹൈഡ്രോളിസിസ്, നൈട്രിഫിക്കേഷൻ, വോളറ്റൈലൈസേഷൻ, ഡീനൈട്രിഫിക്കേഷൻ തുടങ്ങിയ പ്രക്രിയകളിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഫോസ്ഫർ is removed by crops from insoluble phosphate gets fixed in
സോയിൽ ക്ലേസ് ഓർ ഓർഗാനിക് ആൻഡ് ആൽഗെ. ഫോസ്ഫറസ് വിലകൾ ഉപയോഗിക്കുകയും ഇൻസൊല്യൂബിൾ ഫോസ്ഫേറ്റ്സായി മണ്ണിലെ ക്ലേ, ഓർഗാനിക് മാറ്റർ, ആൽഗെ എന്നിവയിൽ സ്ഥിരപ്പെടുകയും ചെയ്യുന്നു. ദേ ആർ capable of fixing atmospheric nitrogen and transforming soil nutrients into forms easily available to plants. ചില മൈക്രോ ഓർഗാനിസം വായുവിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യുകയും മണ്ണിലെ ന്യൂട്രിയൻസ് സസ്യങ്ങൾക്ക് എളുപ്പം ലഭിക്കുന്ന രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. The nitrogen component of fertilizers undergoes several key transformations in the soil, driven by microorganism, environmental conditions and chemical reactions. ഫെർട്ടിലൈസറിലുള്ള നൈട്രജൻ മണ്ണിൽ മൈക്രോ ഓർഗാനിസം, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ് എന്നിവ കാരണം പല മാറ്റങ്ങളിൽ പോയിക്കൊണ്ടേ ചെയ്യുന്നു. This process determines how much nitrogen is available for plant uptake and how much is lost to the environment. ഈ പ്രക്രിയകളാണ് സസ്യങ്ങൾക്ക് എത്ര നൈട്രജൻ ലഭിക്കുന്നു, എത്രത് എൻവയോൺമെൻറ്റിലേക്ക് നഷ്ടപ്പെടുന്നു എന്ന് തീരുമാനിക്കുന്നത്. Here is a breakdown of the process mentioned. യൂറിയ ഹൈഡ്രോളിസിസ്. യൂറിയ ഫെർട്ടിലൈസേഴ്സ് യുറൈസ് എൻസൈം ഉപയോഗിച്ച് അമോണിയം കാർബണേറ്റുമായി ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുന്നു. ഇത് മോയ്സ്റ്റ് ഓയിലിൽ 2 മുതൽ 4 ദിവസത്തിനുള്ളിൽ നടക്കും. Mineralization, ammonification. Microorganisms break down organic nitrogen from manure to resides into inorganic forms, specifically ammonia. Mineralization is generally highest in warm, well aerated and moist soils. മൈക്രോ ഓർഗാനിസംസ് ഓർഗാനിക് നൈട്രജനെ അമോണിയയായി മാറ്റുന്നു. ഇത് മോയ്സ്റ്റ്, വെൽ എയറേറ്റഡ് സോയിലിൽ കൂടുതലായി നടക്കുന്നു. ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ റിവേഴ്സ് ഓഫ് മിനറലൈസേഷൻ, വേർ മൈക്രോബ്സ് ടേക്ക് അപ്പ് ഇനോർഗാനിക് നൈട്രജൻ ഫ്രം ദ സോയിൽ ടു ബിൽഡ് ദെയർ ഓൺ പ്രോട്ടീൻസ്. ദിസ് ടൈപ്സ് നൈട്രജൻ മേക്കിംഗ് ഇറ്റ് ടെമ്പററിലി അൺഅവൈലബിൾ ടു പ്ലാന്റ്സ്. മൈക്രോ ഓർഗാനിസം സോയിലുള്ള ഇൻഓർഗാനിക് നൈട്രജൻ സ്വന്തം വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നൈട്രജൻ താൽക്കാലികമായി പ്ലാന്റ്സിന് ലഭ്യമാകില്ല. Nitrification, the process by which microorganisms Nitrosomonas and Nitrobacter convert ammonium to nitrate and then to nitrate. Nitrate is the form of nitrogen most used by plants, but it is also very mobile. Nitrosomonas, Nitrobacter എന്നീ ബാക്ടീരിയ അമോണിയനെ നൈട്രേറ്റായും പിന്നീട് നൈട്രേറ്റായും മാറ്റുന്നു. നൈട്രേറ്റ് പ്ലാന്റ്സ് കൂടുതലായി ഉപയോഗിക്കുന്ന രൂപമാണ്, പക്ഷേ ഇത് ഈസിലി ലീച്ച് ചെയ്യും. Volatilization. This is the loss of nitrogen to the atmosphere as ammonia gas. It occurs when ammonia is converted to ammonia, particularly on the soil surface in high pH soils or in warm, dry and windy conditions. നൈട്രജൻ അമോണിയ ഗ്യാസായി അറ്റ്മോസ്ഫിയറിലേക്ക് നഷ്ടപ്പെടുന്നതാണ് വോളറ്റൈലൈസേഷൻ. ഹൈ pH, വാം, ഡ്രൈ കണ്ടീഷൻസിൽ ഇത് കൂടുതലാകും. ഡീനൈട്രിഫിക്കേഷൻ, ദ റിഡക്ഷൻ ഓഫ് നൈട്രേറ്റ് ടു ഗേഷ്യസ് നൈട്രജൻ ഓർ ബൈ ബാക്ടീരിയ അണ്ടർ ഓക്സിജൻ ലിമിറ്റഡ് വാട്ടർ ലോക്ക്ഡ് conditions. This is a major cause of nitrogen loss, especially in fine textured clay soils. ഓക്സിജൻ കുറവുള്ള വാട്ടർ ലോക്ക്ഡ് സോയിൽ ബാക്ടീരിയ നൈട്രജനെ ഗേഷ്യസ് നൈട്രജനാക്കി മാറ്റുന്നു. ഇത് നൈട്രജൻ ലോസിൻ്റെ പ്രധാന കാരണമാണ്. പിന്നുള്ളത് കീ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് പ്രോസസ്സ്. ടെമ്പറേച്ചർ, റേറ്റ്സ് ഓഫ് മിനറലൈസേഷൻ ആൻഡ് നൈട്രിഫിക്കേഷൻ ഇൻക്രീസ് വിത്ത് ഹയർ ടെമ്പറേച്ചേഴ്സ് 25 to 35 degrees Celsius. Soil moisturizer, saturated waterlogged soils promote denitrification while moist, well aerated soils promote mineralization and nitrification. വാട്ടർലോഗ്ഡ് സോയിൽ ഡീനൈട്രിഫിക്കേഷൻ കൂടും. മോയിസ്റ്റ് എയറേറ്റഡ് സോയിലിൽ മിനറലൈസേഷൻ, നൈട്രിഫിക്കേഷൻ കൂടും. സോയിൽ pH, നൈട്രിഫിക്കേഷൻ ഈസ് ബെസ്റ്റ് അറ്റ് എ ന്യൂട്രൽ pH. വോളറ്റൈലൈസേഷൻ ഈസ് ഹയർ അറ്റ് ഹൈ pH. നാച്ചുറൽ pHൽ നൈട്രിഫിക്കേഷൻ മികച്ചതാണ്, ഹൈ pHൽ വോളറ്റൈലൈസേഷൻ കൂടുതലാണ്. Use of biofertilizers is cost-effective and renewable source of plant nutrients compared to the chemical fertilizers. Chemical fertilizers biofertilizers cost-effectiveവും renewable nutrient sourceുമാണ്. Microorganisms exploited in the production of biofertilizers are grouped in different ways based on their nature and function. Biofertilizers നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൈക്രോഓർഗാനിസം അവരുടെ നേച്ചറും ഫംഗ്ഷനും അടിസ്ഥാനമാക്കി വിവിധ ഗ്രൂപ്പുകളായി തിരിക്കപ്പെടുന്നു. These microorganisms fix atmospheric nitrogen into useful form. ഇവ വായുവിലുള്ള നൈട്രജൻ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റുന്നു. ഒന്നാമത്തെ ഫ്രീ ലീവിങ്. These organisms live independently in soil. ഇവ മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന സൂക്ഷ്മജീവികളാണ്. എയറോബിക് ബാക്ടീരിയ, അസറ്റോബാക്ടർ, അനാബീന ഒക്കെ. ദിസ് നീഡ് ഓക്സിജൻ ടു സർവൈവ് ആൻഡ് ഫിക്സ് നൈട്രജൻ. ഇവയ്ക്ക് ജീവിക്കാൻ ഓക്സിജൻ ആവശ്യമാണ്, കൂടുതൽ നൈട്രജൻ ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നു. അനഎറോബിക് ബാക്ടീരിയ, ക്ലോസ്ട്രീഡിയം, ദി സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ ആൻഡ് ഫിക്സ് നൈട്രജൻ. ഇവ ഓക്സിജൻ ഇല്ലാതെ ജീവിക്കുകയും നൈട്രജൻ ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നു. സിംബയോട്ടിക് ബാക്ടീരിയ, റൈസോബിയം, ഫ്രാങ്കിയ, അനാബീന, അസോല. This live in association with the plant roots and helps in nitrogen fixation. മൂന്നാമത്തെ അസോസിയേറ്റീവ് സിംബയോട്ടിക് ബാക്ടീരിയ,
അസോസ്പിരല്ല. ദിസ് ആർ ലൂസ്ലി അസോസിയേറ്റഡ് വിത്ത് പ്ലാന്റ് റൂട്ട്സ്. ഇവ സസ്യവേരുകളുമായി ഭാഗികമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സൂക്ഷ്മജീവികളാണ്. എൻഡോഫൈറ്റിക് ഗ്ലൂക്കോനോസെറ്റോബാക്ടറോ ബുർക്കോൾഡെറിയ. ദിസ് ലീവ് ഇൻസൈഡ് പ്ലാന്റ് ടിഷ്യൂസ് ആൻഡ് ഹെൽപ്സ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. ഇവ സസ്യത്തിൻ്റെ ഉള്ളിൽ ടിഷ്യൂസ് ജീവിച്ച് നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നു. ഫോസ്ഫറസ് സൊലുബിലൈസസ്. ദിസ് കൺവേർട്സ് ഇൻസൊലുബിൾ ഫോസ്ഫറസ് ഇൻറ്റു സൊലുബിൾ ഫോം. ഇവ ദ്രാവകമല്ലാത്ത ഫോസ്ഫറസ് സസ്യങ്ങൾക്ക് ലഭ്യമായ ദ്രാവക രൂപത്തിലേക്ക് മാറ്റുന്നു. ബാക്ടീരിയ. ബാസിലസ് മെഗാറ്റോറിയം വാർ, ഫോസ്ഫാറ്റിക്കം, ബി സബ്സ്റ്റീലിയസ്, സ്യൂഡോമോണസ് ട്രയറ്റ. ദിസ് ബാക്ടീരിയ ഹെൽപ്സ് ഡിസോൾവ് ഫോസ്ഫറസ് ഇൻ സോയിൽ. ഈ ബാക്ടീരിയകൾ മണ്ണിലെ ഫോസ്ഫറസ് ലയിപ്പിച്ച് സസ്യങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ഫംഗൈ. പെനിസിലിയം sp. Aspergillus avomori. This fungi also helps in solubilizing phosphorus. ഈ ഫംഗികളും ഫോസ്ഫറസ് ലയിപ്പിക്കാൻ സഹായിക്കുന്നു. ഫോസ്ഫറസ് മൊബിലൈസേഴ്സ്. ദിസ് ഹെൽപ്സ് ഇൻ മൂവ്മെൻറ്റ് ഓഫ് ഫോസ്ഫറസ് ടുവേർഡ്സ് പ്ലാന്റ് റൂട്ട്സ്. ഇവ ഫോസ്ഫറസ് സസ്യവേരുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ഒന്നാമത്തത് AM ഫംഗി. ആർബുസ്കുലാർ മൈക്കോറൈസ ഹെൽപ്സ് പ്ലാന്റ്സ് അബ്സോർബ് ന്യൂട്രിയൻസ്. AM ഫംഗി സസ്യങ്ങൾക്ക് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. എക്ടോമൈക്കോറൈസൽ ഫംഗൈ. ദിസ് ഫോം അസോസിയേഷൻ ഔട്ട്സൈഡ് റൂട്ട്സ്. ഇവ വേരുകളുടെ പുറത്തായി ബന്ധം സ്ഥാപിക്കുന്നു. എരിക്കോയ്ഡ് മൈക്കോറൈസ. ദിസ് ആർ സ്പെസിഫിക് ടു സർട്ടൻ പ്ലാന്റ്സ്. ഓർക്കിഡ് മൈക്കോറൈസ. ദിസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഓർക്കിഡ് പ്ലാന്റ്സ്. ഇവ ഓർക്കിഡ് സസ്യങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. ഇതിൻ്റെ പേരൊന്നും അങ്ങനെ പറയാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നതൊക്കെ നല്ല തെറ്റായിരിക്കും, അതൊന്ന് നോക്കി. ഫോസ്ഫറസ് സൊലുബിലൈസിംഗ് മൈക്രോ ഓർഗാനിസം PSM and phosphorus mobilizing microorganism PMM are essential components of sustainable agriculture, acting as biofertilizers to increase the availability of phosphorus P, a crucial but largely immobile nutrient in soil. PSM and PMM help increase phosphorus availability in eco-friendly farming. PSM, PMM എന്നീ സൂക്ഷ്മജീവികൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൽ പ്രധാനമാണ്. കാരണം ഇവ മണ്ണിൽ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫോസ്ഫറസ് സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നു. While phosphorus solubilizers convert insoluble inorganic P into soluble forms via organic acids, phosphorus mobilizers typically use fungal hyphae to explore soil volume and transport phosphorus over long distances, often in symbiotic association with plant roots. Solubilizers dissolve phosphorus while mobilizers transport it to plants. സൊലുബിലൈസേഴ്സ് ഓർഗാനിക് ആസിഡ്സ് ഉപയോഗിച്ച് ഫോസ്ഫറസ് ലയിപ്പിക്കുമ്പോൾ മൊബിലൈസേഴ്സ് ഫംഗൽ ഹൈഫ ഉപയോഗിച്ച് ഫോസ്ഫറസിനെ ദൂരെ നിന്ന് വേരുകളിലേക്ക് എത്തിക്കുന്നു. സാധാരണയായി സസ്യവേരുകളുമായി സഹജീവിതത്തിലൂടെയാണ് ഇത് നടക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ബയോഫെർട്ടിലൈസേഴ്സ്. ബയോഫെർട്ടിലൈസേഴ്സ് ആർ വെരി യൂസ്ഫുൾ ഇൻ അഗ്രികൾച്ചർ. കൃഷിയിൽ ബയോഫെർട്ടിലൈസേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ബയോഫെർട്ടിലൈസേഴ്സ് ആർ നോൺ ടു മേക്ക് സെവറൽ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഇൻ അഗ്രികൾച്ചർ. ബയോഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് മെനി ബെനിഫിറ്റ്സ് ടു ഫാമിംഗ്. ബയോഫെർട്ടിലൈസേഴ്സ് കൃഷിയിൽ നിരവധി ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. സപ്ലിമെൻറ്റ് ഫെർട്ടിലൈസേഴ്സ് സപ്ലൈസ് ഫോർ മീറ്റിംഗ് ദ ന്യൂട്രിയൻറ്റ് നീഡ്സ് ഓഫ് ക്രോപ്സ്. ദേ ഹെൽപ്പ് പ്രൊവൈഡ് അഡീഷണൽ ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ക്രോപ്സ്. വിളകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നിറവേറ്റാൻ ബയോഫെർട്ടിലൈസേഴ്സ് സഹായിക്കുന്നു. ദേ ലിബറേറ്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് സബ്സ്റ്റൻസസ് ആൻഡ് വിറ്റാമിൻസ് ആൻഡ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ സോയിൽ ഫെർട്ടിലിറ്റി. ദേ റിലീസ് ഗ്രോത്ത് ഹോർമോൺസ് ആൻഡ് വിറ്റാമിൻസ് ഫോർ പ്ലാന്റ്സ്. They suppress the incidence of pathogens and control disease. They reduce harmful microorganisms and plant diseases. രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികളെ കുറിച്ച് സസ്യരോഗങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. Increase the yield by 10 to 50%. They can increase crop production. ഇവ വിളവെടുപ്പ് 10 മുതൽ 50% വരെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. N2 fixes reduce soil nutrient depletion and help sustain the farming system. നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സൂക്ഷ്മജീവികൾ മണ്ണിലെ പോഷകങ്ങളുടെ കുറവ് കുറച്ച് കൃഷിയെ സ്ഥിരതയോടെ നിലനിർത്തുന്നു. ചീപ്പർ, പൊല്യൂഷൻ ഫ്രീ ആൻഡ് ബേസ്ഡ് ഓൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ദേ ആർ ലോ കോസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. ദേ ഇംപ്രൂവ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ആൻഡ് സോയിൽ ഹെൽത്ത്. ഇവ മണ്ണിൻ്റെ ഭൗതിക ഗുണങ്ങളും മണ്ണിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു. അപ്പം ഇന്ന് ഇത്രയാണ് നമ്മൾ എടുക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് വരെ. ബാക്കിയുള്ള പാർട്സ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇനി 2 പാർട്ടും കൂടിയാണ് ഈ ചാപ്റ്ററിൽ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.